ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മളെ ചാപ്റ്റർ 13 ആയ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീന്, മീഡിയൻ, മോഡ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് മീന്, മീഡിയന്, മോഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം എന്താണ് ന്യൂമറിക്കൽ റിപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പിൽ ചെയ്യാത്ത ഡാറ്റനെയാണ് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയാം. അപ്പൊ അതിന് നമ്മൾ ന്യൂമറിക്കലി റിപ്രസെന്റേറ്റീവ് ചെയ്യുമ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ ന്യൂമറിക്കലി റിപ്രസെന്റേറ്റീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം. അപ്പൊ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് മീന്, മീഡിയന്, മോഡ്. ഓക്കെ, മീന്, മീഡിയന്, മോഡ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഈ 3 മെഷേഴ്സ്, മീനും, മീഡിയനും, മോഡും ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അൺഗ്രൂപ്പ് ഡാറ്റനെ എങ്ങനെ ഗ്രൂപ്പ്ഡ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാന്നും പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നാൽ അതിനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് നമ്മളെ മീനും, മീഡിയനും, മോഡും കാണാന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ, അതുപോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താ, എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് വരയ്ക്കുക, അതിനെയാണ് നമ്മൾ ഒജീവ് എന്ന് പറയാ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിനെ നമ്മൾ ഒജീവ് എന്ന് പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മീൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീൻ ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പൊ മീനിനെ നമുക്ക് ആവറേജ് എന്നും പറയാൻ പറ്റും. ഓക്കെ, മീൻ എന്ന് പറഞ്ഞാൽ മീൻ ഓർ ആവറേജ്. Okay, the mean or average of observations, as we know, is the sum of the values of all the observations divided by total number of observation. അപ്പം മീന് ആണ് നമ്മൾ എങ്ങനെ sum of values of all the observations divided by total number of observations. അപ്പൊ the mean or average എന്ന് പറഞ്ഞാല് sum of values of all the observations divided by total number of observations ആണ്. That means ഇപ്പൊ നമ്മൾ x1, x2, etc. xn ആണ് നമ്മളെ ഒബ്സർവേഷൻസ് എങ്കിൽ, നമ്മളെ ഫ്രീക്വൻസീസ് f1, f2, etc. fn ആണെങ്കിൽ, then means observation എന്ന് പറഞ്ഞാൽ x1 occurs f1 time. നമ്മളെ ഒബ്സർവേഷൻ x1 occur f1 times. നമ്മളെ ഫ്രീക്വൻസി ആണ് f1. x2 occurs f2 time. x2 occur ചെയ്യുന്നത് f2 ടൈംസ് ആണ്. അതുപോലെ അങ്ങനെ x3 occurs f3 ടൈംസ്. അങ്ങനെ xn occurs fn ടൈംസ്. അങ്ങനെ സോൺ അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഒബ്സർവേഷൻസ് ഏതൊക്കെ? x1, x2, etc. xn. x1, x2, etc. xn ആണ് നമ്മളെ ഒബ്സർവേഷൻസ്. ഫ്രീക്വൻസീസ് ഏതൊക്കെ? f1, f2, etc. fn ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മീന് കാണാന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദ വാല്യൂസ് ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷന്റെയും സമ്മ്. ഓക്കെ, സം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പൊ നമുക്ക് സം ഓഫ് ദ വാല്യൂസ് ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? f1 x1 പ്ലസ് f2 x2 പ്ലസ് എക്സെട്ര പ്ലസ് fn xn. ദാറ്റ് മീൻസ് നമുക്ക് xn എന്ന് പറഞ്ഞ കോളം ഉണ്ടാവും, എക്സും എഫും ഉണ്ടായിരിക്കും. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ കോളം ഉണ്ടായിരിക്കും, എഫ് എന്ന് പറഞ്ഞ കോളം ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എഫും എക്സും കൂടെ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എഫ് എക്സ് എന്ന് പറഞ്ഞ കോളം ഉണ്ടായിരിക്കും. അതാണ് ഇത് f1 x1. ഫസ്റ്റത്തെ എക്സും ഫസ്റ്റത്തെ എക്സും ഫസ്റ്റത്തെ എഫും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് f1 x1 എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് വൺ f2 x2. സെക്കൻഡ് എക്സും സെക്കൻഡ് എഫും, അതാണ് x2ഉം f2ഉം, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് f2 x2 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു കോളമാണ് നമ്മളെ എക്സുകളും നമ്മളെ എഫുകളും ഫ്രീക്വൻസീസും നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു കോളം ഉണ്ടാക്കും. ആൻഡ് ദ നമ്പർ, അതാണ് നമ്മളെ ന്യൂമറേറ്ററിൽ വരിക. അത് ഫുള്ളും നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു കോളം ഫുള്ള് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതാണ് നമ്മളെ ന്യൂമറേറ്ററിൽ വരിക.
Okay, and the number of observations ആണ് നമ്മളെ ഡിനോമിനേറ്ററിൽ വരിക. ദാറ്റ് മീൻസ് നമ്മളെ എല്ലാ ഫ്രീക്വൻസീസും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെയും ഒരു ആൻസർ കിട്ടും. ആദ്യം നമ്മൾ എക്സും എഫും നമുക്ക് ഓൾറെഡി തരും, എന്നിട്ട് അടുത്തൊരു കോളം ഉണ്ടാക്കും എഫ് എക്സ്, എക്സും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എഫ് എക്സിന്റെ ടോട്ടൽ കാണും, അതുപോലെ നമ്മൾ ഫ്രീക്വൻസി എഫിന്റെയും ടോട്ടൽ കാണും. എന്നിട്ട് എഫ് എക്സ് ആയിരിക്കും, എഫ് എക്സിന്റെ ടോട്ടൽ ആയിരിക്കും ന്യൂമറേറ്ററിൽ, നമ്മളെ എഫ് ഫ്രീക്വൻസിന്റെ ടോട്ടൽ ആയിരിക്കും ഡിനോമിനേറ്ററിൽ. അങ്ങനെയാണ് നമ്മൾ മീൻ കാണുക. സം ഓഫ് ദ വാല്യൂസ് ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ എക്സുകളും എഫുകളും നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഫ് എക്സ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാക്കും. അതിന്റെ ടോട്ടൽ ആണ് നമ്മളെ സം ഓഫ് ദ വാല്യൂസ് ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രീക്വൻസിന്റെ ടോട്ടൽ. ഓക്കെ, അപ്പം the mean x bar of the data is given by, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ മീന് കാണുക. അപ്പൊ ഇതാണ് നമ്മളെ മീന് കാണാനുള്ള ഫോർമുല. എക്സ് ബാർ ഈസ് ഈക്വൽ ടു f1 x1 പ്ലസ് f2 x2 പ്ലസ് എക്സെട്ര പ്ലസ് fn xn ഡിവൈഡഡ് ബൈ f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ തന്നതെങ്കിൽ 2, 5, 9, 7 ഇങ്ങനൊരു ഡാറ്റ തന്നു. എന്നിട്ട് നമ്മളോട് ആവറേജ് കാണാൻ പറഞ്ഞു, അഥവാ മീന് കാണാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യല്? 2 പ്ലസ്, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്, 2 പ്ലസ് 5 പ്ലസ് 9 പ്ലസ് 7 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട് ടോട്ടൽ? 4. 1, 2, 3, 4, 4. അപ്പൊ ന്യൂമറേറ്ററിൽ ഇതാണ് ഇൻഡിവിജ്വൽ സീരീസ് ആണ് തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ മീന് കാണുക. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താ, നമുക്ക് എക്സും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നാല് എങ്ങനെയാണ് മീന് കാണുക. അപ്പൊ എങ്ങനെയാ മീൻ കാണുക? എക്സും എഫും നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്, എന്നിട്ട് നമ്മൾ ഒരു അഡീഷണൽ കോളം കൂടെ ഉണ്ടാക്കും, അതാണ് നമ്മളെ എഫ് എക്സ്. എന്നിട്ട് ഈ എഫ് എക്സ് ഒക്കെ കിട്ടിയതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതാണ് നമ്മളെ ന്യൂമറേറ്ററിൽ f1 x1 പ്ലസ് f2 x2 പ്ലസ് എക്സെട്ര പ്ലസ് fn xn. ഓക്കെ, ഡിവൈഡഡ് ബൈ പിന്നെ നമ്മൾ ഫ്രീക്വൻസീസും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതാണ് നമ്മളെ ഡിനോമിനേറ്ററിൽ വരിക, f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn. എന്നിട്ട് അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്മളെ ആവറേജ് അഥവാ എക്സ് ബാർ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം, അഥവാ മീന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊരു ഷോർട്ട് ഫോമിൽ എഴുതാൻ പറ്റും. എങ്ങനെ? ഗ്രീക്ക് ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ സിഗ്മ. ഇതാണ് നമ്മളെ ക്യാപിറ്റൽ സിഗ്മ, വിച്ച് മീൻസ് സമ്മേഷൻ. ഇതിന്റെ മീനിങ് എന്താ? സമ്മേഷൻ എന്നാണ്. അപ്പൊ ഇതിനെ നമുക്കൊരു ഷോർട്ട് ഫോമിൽ എഴുതാൻ പറ്റും. ഗ്രീക്ക് ലെറ്റർ ക്യാപിറ്റൽ സിഗ്മ. ഇതിന്റെ മീനിങ് എന്താ? സമ്മേഷൻ. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്താ? f1 x1 പ്ലസ് f2 x2 പ്ലസ് എക്സെട്ര പ്ലസ് fn xn. ദാറ്റ് മീൻസ് സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n, 1 മുതൽ n വരെ. ഓക്കെ, f1 f2 f3 എക്സെട്ര fn അത് 1 മുതൽ n വരെയാണ്. അപ്പം എന്ത് കിട്ടി? fi xi ഡിവൈഡഡ് ബൈ എന്ത് വരും? സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n fi. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n fi xi. എന്താ? iന് എന്ത് ഇട്ട് കൊടുക്കണം? 1 മുതൽ n വരെ ഉള്ളത് ഡിവൈഡഡ് ബൈ സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n fi. ഫ്രീക്വൻസിന്റെ മാത്രം സമ്മേഷൻ. അപ്പൊ അതാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ ചെയ്ത സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n fi xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n fi. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷോർട്ട് ഫോം ആണ് ഏത്? ഇത്. അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഐ കൊടുക്കാതെ സമ്മേഷൻ മാത്രം കൊടുക്കുക. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ fi xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi. നമുക്ക് എക്സ് എന്ന് പറഞ്ഞതും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എഫും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ആഡ് ചെയ്യുക. അതാണ് സമ്മേഷൻ എഫ് എക്സ്.
എഫ് എക്സ് എന്ന് പറഞ്ഞ കോളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മേഷൻ എഫ് എക്സ് എന്ന് കിട്ടും. അതാണ് നമ്മളെ ന്യൂമറേറ്ററിൽ വരിക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്രീക്വൻസീസ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് സമ്മേഷൻ എഫ് കിട്ടും. ഓക്കെ, സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ. അപ്പം ഡിനോമിനേറ്ററും കിട്ടി, അതാണ് നമ്മളെ സമ്മേഷൻ എഫ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ചെയ്യും. അതാണ് നമ്മളെ മീൻ എക്സ് ബാർ. അപ്പൊ ഇഫ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ വേരീസ് ഫ്രം 1 to n, ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും? ഐ 1 മുതൽ n വരെയാണ്. ക്ലിയർ? അപ്പൊ മീന് കാണാനുള്ള ഫോർമുല എന്താ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ഐ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ന്യൂമറേറ്ററിൽ എഫും എക്സും മൾട്ടിപ്ലൈ ചെയ്തതിന്റെ സമ്മേഷൻ കാണും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമ്മളെ ഫ്രീക്വൻസീസിന്റെ സമ്മേഷൻ കാണും. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക? നമ്മളെ മീന് കാണുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The marks obtained by 30 students of class 10. അപ്പം 10th ക്ലാസ്സിലെ 30 സ്റ്റുഡൻസ് എത്ര മാർക്കാ വാങ്ങിയത്? സ്കൂളിന്റെ മാത്തമാറ്റിക്സ് പേപ്പറിലാണ് നമ്മളോട് പറഞ്ഞത് കൺസിസ്റ്റിംഗ് ഓഫ് 100 മാർക്സ് ആർ പ്രസന്റഡ് ഇൻ ടേബിൾ ബിലോ. 100 മാർക്സിലാണ്. അപ്പം അത് നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? നമ്മളിപ്പം പഠിച്ച മീൻ ആണ് കാണേണ്ടത്. ഫൈൻഡ് ദ മീൻ ഓഫ് ദ മാർക്സ്. മാർക്സിന്റെ മീൻ കാണണം. ഒബ്റ്റെയിൻഡ് ബൈ ദ സ്റ്റുഡൻസ്. അപ്പം സ്റ്റുഡൻസിന്റെ മാർക്കിന്റെ മീന് കാണണം. അപ്പൊ നമുക്ക് എങ്ങനെ മീന് കാണാന്നുള്ളത് നോക്കാം. മീന് കാണാനുള്ള ഫോർമുല ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ്. അപ്പൊ ഇതാണ് മാർക്സ്, ഇതാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ 10 മാർക്ക് കിട്ടിയത് 1 സ്റ്റുഡന്റിനാണ് അല്ലെ. 20 മാർക്ക് കിട്ടിയത് 1 സ്റ്റുഡന്റിനാണ്. അതുപോലെ 36 മാർക്ക് 3 സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. 40 മാർക്ക് 4 സ്റ്റുഡൻസ്. അങ്ങനെ ഓരോ മാർക്കും നമുക്ക് തന്നിട്ടുണ്ട്. 100 വരെയാണ്. അപ്പൊ ഇത്ര മാർക്സുകൾ തന്നിട്ടുണ്ട്. അതിൽ ഇത്രയും മാർക്സ് കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. ടോപ്പ് മാർക്ക് 95 ആണ് അല്ലെ. 95 1 സ്റ്റുഡന്റിനാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മീൻ കാണണം. എങ്ങനെ നമ്മൾ മീൻ കാണും? നമ്മൾ പഠിച്ചതാണ്. മീന് കാണാനുള്ള ഫോർമുല സിമ്പിൾ ആണ്. ഇതാണ് നമ്മളെ എക്സ് ഐ, ഇതാണ് നമ്മളെ എഫ് ഐ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ഐ എന്ന് പറഞ്ഞ കോളം, പിന്നെ നമ്മളെ എഫ് ഐ എന്ന് പറഞ്ഞ കോളം. ഇനി നമ്മളിവിടെ എക്സ് ഐകൾ തന്നതൊക്കെ നമ്മൾ എഴുതും. എക്സ് ഐകളൊക്കെ എഴുതുക. 10, 20, 36, 40, 50, 56, 60, 70, 72, 80, 88, 92, 95. ഓക്കെ, അപ്പൊ നമ്മളെ എല്ലാ മാർക്സും നമ്മൾ എന്ത് എഴുതി. അതാണ് നമ്മളെ എക്സ് ഐ. എക്സ് ഐ ആണ് നമ്മളെ മാർക്സ്. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് എഴുതണം. അപ്പൊ 10 മാർക്ക് കിട്ടിയത് 1 സ്റ്റുഡന്റിനാണ്. അതുപോലെ 20 മാർക്ക് 1, 36 മാർക്ക് 3, 40 മാർക്ക് 4, then 3, 2, 4, 4, 1, 1, 2. 88 മാർക്ക് കിട്ടിയത് 2 ആണ്. then 92 കിട്ടിയത് 3 സ്റ്റുഡൻസിനാണ്. 95 കിട്ടിയത് 1 സ്റ്റുഡൻസിനാണ്. അപ്പൊ ഒന്നുമില്ല, നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നത് അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ടാബിൾ ആക്കിയിട്ട് ചെയ്തു. എക്സ് ഐകളൊക്കെ എഴുതി, എഫ് ഐകളൊക്കെ എഴുതി. ഇങ്ങനെയാണ് നമ്മൾ മീൻ കാണുക. ഓരോ കോളമായിട്ട് ചെയ്യാം. എന്നിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് മീന് കാണാനുള്ള ഫോർമുല എന്താ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ്. അപ്പം ന്യൂമറേറ്ററിൽ എന്താ? എഫും എക്സും. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഇൻറ്റു എക്സ്. എഫും എക്സും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ്? എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഐ എക്സ് ഐ. ഐ എന്നിട്ട് കൊടുക്കാം. ഐ എന്ന് പറഞ്ഞാൽ 1 to n, 1 മുതൽ n വരെയുള്ള ഫുൾ. അപ്പം എഫ് ഐ എക്സ് ഐ എന്താ? ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മളെ എക്സ് ഐയും എഫ് ഐയും. അതാണ് എഫ് ഐ എക്സ് ഐ. അപ്പൊ 10 into 1 10, 20 into 1 20, 36 into 3 എന്ത് വരും?
108 അല്ലേ? 36 into 3 108. Then 40 into 4 എന്ത് വരും? 4 into 4 അപ്പൊ 116 വരും. ഓക്കെ, 50 into 3 എന്ത് വരും? 0 into 3 0, 5 into 3 15. Then 56 into 2 56 into 2. ഈ ഒരു ഇങ്ങനത്തെ പ്രോബ്ലംസിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കുറെ എന്ത് ചെയ്യാം? കാൽക്കുലേഷൻസ് ചെയ്യാണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 6 into 2 12, 5 into 2 10 11, 112. Then 60 into 4 എന്ത് വരും? 240. Then 70 into 4 എന്ത് വരും? 280. 72 into 1 72, 80 into 1 80. Then 88 into 2 88 into 2 176 എന്ന് വരും. അപ്പൊ 176. ഇനി 92 into 3 92 മാർക്സ് കിട്ടിയത് 3 സ്റ്റുഡൻസിനാണ് അല്ലെ? 276. Then 95 into 1 95. അപ്പൊ നമ്മളെ FI/XI എന്ന് പറഞ്ഞ കോളം റെഡിയായി. നമ്മളെ ഫോർമുല എന്തായിരുന്നു? summation FI/XI ഡിവൈഡഡ് ബൈ summation FI ആണ്. അപ്പൊ summation എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളത്തിന്റെ summation, ഈ കോളം നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. അപ്പൊ ഒക്കെ കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അതാണ് നമ്മളെ summation FI/XI. summation FI/XI എന്ത് വരും? എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ടെൻ പ്ലസ് 20 എന്താ? 30. 30 പ്ലസ് then 108 പ്ലസ് 160 പ്ലസ് 150 പ്ലസ് 112. ഈ 112 വരെ ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് കുറച്ച് ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ 8 പ്ലസ് 2 10. then 6 7 8. ഇവിടെ 16 വരും. 1 2 3 4 5 560. 560 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ബാക്കിയും കൂടെ 560ലോട്ട് നമ്മളെ റിമൈനിങ് കൂടെ ആഡ് ചെയ്യാം. അപ്പം 560 പ്ലസ് 240 പ്ലസ് 280 72 80 176 then 276 then last one 95. ഇതൊക്കെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 plus 6 എന്ത് വരും? 12. 12ലോട്ട് 2 ആഡ് ചെയ്താൽ 14. 14ലോട്ട് 5 ആഡ് ചെയ്താൽ എന്ത് വരും? 15 16 17 18 19. then നമ്മള് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. 9 1. അപ്പൊ എന്ത് കിട്ടി? 10 കിട്ടി. 10ലോട്ട് 8 ആഡ് ചെയ്യുമ്പോ 18. അപ്പം 18 കിട്ടി. 18ലോട്ട് 7 26 കിട്ടും. നമുക്ക് 18 കിട്ടി. 18ലോട്ട് ഈ 7ഉം ഈ 7ഉം ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടും. then ഈ ഒരു 7ഉം കൂടെ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 12 13 14 15 16 17 18 19 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 39. 39ലോട്ട് ഇനി നമുക്ക് എന്ത് ആഡ് ചെയ്യാണ്ട്? 4 ആഡ് ചെയ്യാണ്ട് 6 ആഡ് ചെയ്യാണ്ട് 8 ആഡ് ചെയ്യാനുണ്ട്. അപ്പം 9 plus 4 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 വരും. ഇവിടെ 2 വരും. 57.
അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 57 കിട്ടി ഇവിടെ. അപ്പൊ 7 5 then 5ഉം 5ഉം 10 13 15 17 നമുക്ക് ടോട്ടൽ 1779 ആണ് എന്ത് നമ്മളെ സമ്മേഷൻ FI/XI. അപ്പൊ നമ്മളുടെ ഒരു കാൽക്കുലേഷൻ തെറ്റിയാൽ മതി. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ XIയും FIയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുക, അല്ലെങ്കിൽ നമ്മളെ എന്താണ് സമ്മേഷൻ FI/XI ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലൊക്കെ നമ്മൾ ഫുൾ ആൻസർ തെറ്റിപ്പോകും. അപ്പൊ നമ്മൾ കാൽക്കുലേഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ സമ്മേഷൻ FI/XI നമുക്ക് എന്ത് കിട്ടി? 1779. അത് മാത്രം മതിയോ നമുക്ക് മീന് കാണാൻ? അല്ല, നമ്മളെ ഫ്രീക്വൻസിയുടെയും എന്ത് കാണണം? സമ്മേഷൻ കാണണം. ഇതാണ് നമ്മളെ ഫ്രീക്വൻസി കോളം. അപ്പൊ അതിന്റെയും സമ്മേഷൻ കാണണം. അതാണ് സമ്മേഷൻ FI നമ്മൾ ഡിനോമിനേറ്ററിൽ വരിക. അപ്പൊ നമ്മളെ സമ്മേഷൻ FI കാണാം. സമ്മേഷൻ FI ഇവിടെ എന്ത് കിട്ടി? 5 കിട്ടി, 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അപ്പൊ സമ്മേഷൻ FI ഒക്കെ കൂടെ ആഡ് ചെയ്തപ്പോ നമുക്ക് 30 കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് മീൻ കണ്ടൂടെ? X bar is equal to summation FI/XI divided by summation FI. അപ്പൊ X bar എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ FI/XI. നമ്മളെ FI/XIന്റെ സമ്മേഷൻ എന്താ? 1779 ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. നമ്മളെ FIകളുടെ ടോട്ടൽ എന്താ? 30. അപ്പൊ 1779 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ നമുക്ക് നമ്മുടെ ഡാറ്റയുടെ മീന് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1779 ഡിവൈഡഡ് ബൈ 30 എന്ത് വരും? 30 into 5 ചെയ്ത് നോക്കുമ്പോ 150. 30 into 6 എന്ത് വരും? 180. അപ്പൊ നമുക്ക് 177 ആണ് അല്ലെ? അപ്പൊ നമുക്ക് 5 into 30 is 150. ഇനി ഇവിടെ നമുക്ക് 7 ഉണ്ടാവും, ഇവിടെ 2 ഉണ്ടാവും. 27 ആണ് സബ്ട്രാക്ട് ചെയ്തപ്പോ. ഇനി നമ്മൾ ഈ 9 താഴോട്ട് എഴുതുക. അപ്പൊ 30 into 9 ചെയ്യുമ്പോ എന്ത് കിട്ടും? 270. 30 into 10 ആണെങ്കിൽ എന്താ? 300. ഇവിടെ നമുക്ക് 270 ആണ് അല്ലെ വേണ്ടത്? 279. അപ്പം 9 into 30 is 270. ഇനി ബാക്കി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 279 minus 270 which is equal to 9. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും താഴോട്ട് എഴുതാനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും നമ്മൾ, എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പം 90 എന്ന് കിട്ടിയില്ലേ? അപ്പം 30 into 3 എന്താ? 3 into 3 9. അപ്പൊ 90. അപ്പൊ 59.3. 3 into 3 9 ആണ്. അപ്പൊ 90. അപ്പൊ നമ്മളെ മീൻ എന്താ കിട്ടിയത്? 59.3. 59.3 ആണ് നമ്മളെ മീൻ. ഓക്കെ, 59.3 ആണ് നമ്മളെ ഈ ഒരു ഡാറ്റയുടെ മീന് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മളെ മീന് ഫൈൻഡ് ചെയ്തു. ഇവിടെ നമുക്ക് മാർക്സ് തന്നിട്ടുണ്ട്. മാർക്സ് ആണ് നമ്മളെ XI. നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മളെ FI. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? XI എന്ന് പറഞ്ഞ കോളം എഴുതി, FI എന്ന് പറഞ്ഞ കോളം എഴുതി, എന്നിട്ട് XI FI. ദാറ്റ് മീൻസ് XIകളും FIകളും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു കോളം ഉണ്ടാക്കി. അതാണ് നമ്മളെ FI/XI എന്ന് പറഞ്ഞ കോളം. നമുക്ക് മീന് കാണാൻ ഉള്ള ഫോർമുല എന്താ? സമ്മേഷൻ FI/XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു കോളം നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സമ്മേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളെ FI/XI എന്ന് പറഞ്ഞ കോളംസ് ടോട്ടൽ ചെയ്തു. അതാണ് സമ്മേഷൻ FI/XI which is equal to 1779. അതുപോലെ നമ്മളെ FIകളും നമ്മൾ സമ്മേഷൻ ചെയ്തു. അപ്പൊ സമ്മേഷൻ FI is equal to 30.
അങ്ങനെ summation fi xi divided by summation fi. summation fi അല്ല ന്യൂമറേറ്ററിൽ വരിക, ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ summation fi xi ന്യൂമറേറ്ററിലും നമ്മളെ fiകളുടെ സമ്മ് ഡിനോമിനേറ്ററിലും ആയിരിക്കും വരിക. അങ്ങനെ x bar is equal to 1779 divided by 30 which is equal to 59.3. സർ മീൻ എന്താ നമുക്ക് കിട്ടിയത്? 59.3. നമ്മളെ എക്സ് ബാർ അഥവാ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയാ. അപ്പൊ മീന് 59.3 ആണ് നമ്മളെ ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പൊ മീൻ ഓഫ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ദ സ്റ്റുഡൻസ് ആണ്. അപ്പൊ മീൻ ഓഫ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ദ സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു 59.3. സിമ്പിൾ ആണ് അല്ലെ? ഒന്നുമില്ല, എക്സ്ഐയും എഫ് ഐയും നമുക്ക് തരും. നമ്മൾ എക്സ്ഐ എഫ് ഐ ആ രണ്ട് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന്റെ സമ്മ് കാണും, പിന്നെ എഫ് ഐന്റെ സമ്മ് കാണും. എന്നിട്ട് എഫ് ഐ എക്സ് ഐന്റെ സമ്മും ഡിവൈഡഡ് ബൈ എഫ് ഐന്റെ സമ്മും കൂടെ ചെയ്യും. അപ്പൊ നമ്മളെ മീന് കിട്ടും. ഓക്കെ, അപ്പൊ ഇൻ മോസ്റ്റ് ഓഫ് അവർ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഡാറ്റ ഈസ് യൂഷ്വലി സോ ലാർജ്. അപ്പം നമ്മളെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഡാറ്റ എന്തായിരിക്കും? വലിയ ഡാറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ വലിയ ലാർജ് ഡാറ്റയാണെങ്കിൽ ടു മേക്ക് എ മീനിങ് ഫുൾ സ്റ്റഡി ഇറ്റ് നീഡ്സ് ടു ബി കണ്ടൻസ്ഡ് ആസ് ഗ്രൂപ്പ് ഡാറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് ആക്കണം. ഇവിടെ നമുക്ക് തന്ന ഡാറ്റ എന്താ? അൺഗ്രൂപ്പ്ഡ് ആണ്. ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റയല്ല. ഇങ്ങനെ തന്നാൽ എന്താ? ഇത് ഗ്രൂപ്പ്ഡ് അല്ല, ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. അപ്പൊ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയെ നമുക്ക് ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് ആക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ മീനിങ് ഫുൾ ലാർജ് ഡാറ്റയൊക്കെ ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് ആക്കും. So we need to convert given ungrouped data into grouped data. അപ്പൊ നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് ആക്കണം. ആൻഡ് ഡിവൈസ് സം മെത്തേഡ് ടു ഫൈൻഡ് ഇറ്റ്സ് മീൻ. എന്നിട്ട് അതിന്റെ മീന് കണ്ടു നോക്കാം. ലെറ്റ് us convert the ungrouped data of example 1. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ 1ൽ തന്നത് എന്താണ്? അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഇതിനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് ആക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് മീന് കാണാന്നുള്ളത് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? ക്ലാസ് ഇന്റർവെല് ഫോം ചെയ്യണം. ക്ലാസ് ഇന്റർവെല് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ലിമിറ്റും ഉണ്ടായിരിക്കും, ലോവർ ലിമിറ്റും ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പം 0 to 10, 10 to 20 എന്താ ഇവിടെ? 0 നമ്മളെ ലോവർ ലിമിറ്റ് ആണ്, 10 നമ്മളെ അപ്പർ ലിമിറ്റ് ആണ് ഈ ഒരു ക്ലാസ് ഇന്റർവെല്ലില്. അടുത്ത ക്ലാസ് ഇന്റർവെല്ലിൽ 10 to 20 അവിടെ ലോവർ ലിമിറ്റ് 10 ആണ്, അപ്പർ ലിമിറ്റ് 20 ആണ് അല്ലെ? അപ്പം ഇവിടെ നമ്മൾ വിടുത്തെടുക്കുന്നത് 15 ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വിടുത്തെടുത്തത് എത്ര? 10 ആണ് അല്ലെ? നമ്മളങ്ങനെ വിടുത്ത് കാണാൻ എങ്ങനെ? നമ്മളെ അപ്പർ ലിമിറ്റ് നിന്ന് ലോവർ ലിമിറ്റ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് വിടുത്ത് കിട്ടും. ഇവിടെ നമുക്ക് നമ്മളെ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാം. വിടുത്ത് 15 ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, remember that while allocating frequencies to each class interval, എന്നിട്ട് നമ്മൾ ഫ്രീക്വൻസീസ് കൊടുക്കും അല്ലെ? ഫ്രീക്വൻസീസ് നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുക. അപ്പൊ ഫ്രീക്വൻസീസ് കൊടുക്കുമ്പോൾ ഏതൊക്കെ ക്ലാസ് ഇന്റർവെല്ലിനാ കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ഏതെങ്കിലും അപ്പർ ലിമിറ്റ് ക്ലാസ് ലിമിറ്റിലാണെങ്കിൽ അതിന് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ്. ഇപ്പൊ നമ്മളെ എക്സാമ്പിളില് 10 to 20. അപ്പൊ നമുക്ക് 20 നമ്മുടെ ഡാറ്റയിൽ 20ന്റെ നമ്പർ ഉണ്ട്. ഇപ്പം 2 ആണെങ്കിൽ 22 ടൈംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അപ്പർ ലിമിറ്റിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യൂല. ഈ 20ന്റെ 2നെ നമ്മൾ അപ്പർ ലിമിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യൂല. എന്ത് ചെയ്യും? അടുത്ത ക്ലാസ് ഇന്റർവെല്ല് കാണും 20 to 30. ഈ 20 to 30യിലാണ് ഈ 20നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. സ്റ്റുഡൻസ് ഫോളിംഗ് ഇൻ എനി അപ്പർ ക്ലാസ് ലിമിറ്റ്, അപ്പർ ക്ലാസ് ലിമിറ്റിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ടാണ് ആക്കുക. ഓക്കെ, ഇപ്പൊ 20 ഉണ്ടെങ്കിൽ ഇതിലോട്ട് ആക്കൂല, നമ്മൾ നെക്സ്റ്റ് ആയ 20 to 30യിലോട്ടാണ് നമ്മൾ ആക്കുക. ഓക്കെ, എക്സാമ്പിൾ 4 students who have obtained 40 marks would be considered in the class interval. ഇവിടെ നമ്മൾ നോക്കുക 40 മാർക്സ് എത്ര സ്റ്റുഡൻസിനുണ്ട്? 4 സ്റ്റുഡൻസിനുണ്ട്. അപ്പൊ ഈ 40 മാർക്ക് 4 സ്റ്റുഡൻസിനുണ്ടെങ്കിൽ അതിന് നമ്മൾ ഏത് ക്ലാസ് ഇന്റർവെല്ലിലോട്ട് ആക്കുക? അതിന് 40 to 55യിലോട്ടാണ് ആക്കുക.
അല്ലാതെ 25 to 40 ആക്കില്ല. കാരണം 40 ഇവിടെ എന്താ അപ്പർ ലിമിറ്റ് ആണ് അല്ലെ, അപ്പർ ലിമിറ്റിലോട്ട് ആക്കൂല. നെക്സ്റ്റ് ക്ലാസ് ഇന്റർവെൽ ആയ 40 to 55 അതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് വിഡ്ത്ത് 15 എടുത്തിട്ട് ഈ നമ്മളെ തന്നെ എക്സാമ്പിൾ 1 ആ ഒരു ഡാറ്റനെ നമുക്ക് എന്താക്കാം, ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കുക. 10, 20, 30 10 മുതലാണ് അല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വിഡ്ത്ത് എടുക്കുന്നത് 15 ആണ്. അപ്പം 10 to 25 എന്ന് വരും അല്ലെ, 10 to 25. അപ്പൊ ആദ്യം ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു കോളം, ക്ലാസ് ഇന്റർവെൽ. അപ്പൊ 10 to 25. എന്താ നമ്മൾ 25 എടുക്കാൻ കാരണം, നമ്മൾ വിഡ്ത്ത് 15 ആണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്ത് വരും, 25 to 40 അല്ലെ. Then next 40 to 55. 40 to 55 width point 15 ആക്കിയിട്ട് എടുക്കാം. Then 55 to 70 അല്ലേ. Then 70 to 85. Then 85 to 100. അപ്പൊ നമ്മള് എന്താ ക്ലാസ് ഇന്റർവെൽ ആക്കി. എന്താ 10 to 25, 25 to 40, 40 to 55, 55 to 70, 70 to 85, 85 to 100. അപ്പൊ നമ്മൾ ക്ലാസ് ഇന്റർവെൽ ആക്കി, വിഡ്ത്ത് 15 ആക്കിയിട്ടാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാ, നമ്മളെ ഡാറ്റ നോക്കുക. ഈ ഒരു XI നമ്മൾ ഈ ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇത് നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് FI സെയിം തന്നെ ആയിരിക്കും. എങ്ങനെ, ഓരോ ക്ലാസ് ഇന്റർവെലിന്റെ നോക്കുക. 10 to 25 വരെ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, ഇതാണ് നമ്മളെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ FI എന്ന് പറയാം. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് FI. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കുക. 10 to 25, 10 മുതൽ 25 വരെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 10ഉം 20. 10 to 25 വരെ മാർക്സ് കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് നോക്കണം. അപ്പം 10ഉം 20ഉം ആണ് അല്ലെ, 10 to 25. അപ്പം 1, 1, 2. അപ്പൊ 2 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. Then 25 to 40 വരെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 25 to 40 വരെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 40 വരെ എന്ന് പറയുമ്പോൾ അതിൽ 40 ഇൻക്ലൂഡ് ചെയ്യൂല, അത് 40 നെക്സ്റ്റ് ക്ലാസ് ഇന്റർവെല്ലിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ 40 നോക്കണ്ട, 36 കിട്ടിയത് 3 സ്റ്റുഡൻസിന്. Then 40 to 55 അതിലാണ് നമ്മൾ 40 ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ 40 to 55 വരെ എത്ര കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്, 4ഉം 3ഉം അല്ലെ. 7 സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പം 7. ഇനി 55 to 70 എത്ര സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്, 55 to 70. അപ്പൊ 70 അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, നെക്സ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ 56ഉം 60ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി, 6. Then 70 to 85 നമ്മളെ ഡാറ്റ നോക്കുക. 70 മുതൽ 85 വരെ എത്ര സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്, അപ്പൊ 70 അതിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം 4, 1, 1 അല്ലെ. 70 മുതൽ 85 മാർക്ക് വരെ കിട്ടിയത്. അപ്പൊ 4, 5, 6 സ്റ്റുഡൻസിന്. അപ്പൊ നമുക്ക് 6. ഇനി 85 മുതൽ 100 വരെ എത്ര സ്റ്റുഡൻസിനാണ് കിട്ടിയത്, 85 to 100. അപ്പം 85 എന്ന് പറഞ്ഞാൽ അതിൽ 88, 88ഉം 92ഉം 95ഉം ഇൻക്ലൂഡ് ചെയ്യും. അപ്പം 2 plus 3 plus 1 which is equal to 6. അപ്പൊ നമ്മള് ക്ലാസ് ഇന്റർവെല് കണ്ടു, നമ്മളെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടു. അപ്പൊ നമ്മളെ ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ നമ്മൾ എന്താ ചെയ്തു, ഗ്രൂപ്പ്ഡ് ഡാറ്റയാക്കി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ക്ലിയർ? നമ്മൾ എന്താ ചെയ്യാ, ഒരേ ക്ലാസ് വിഡ്ത്ത് ഉള്ളത്, നമ്മളെ വിഡ്ത്ത് ഇവിടെ നമ്മൾ 15 ആണ്, എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ഫ്രീക്വൻസീസ് അതുപോലെ ചെയ്യും. ക്ലിയർ? അപ്പൊ തെറ്റിപ്പോയത്, നമ്മൾ 10 to 25 മാർക്സ് കിട്ടിയത് 2 സ്റ്റുഡൻസിനാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇപ്പൊ നമ്മൾ 40 നമ്മൾ ഇതിൽ അപ്പർ 40 അപ്പർ ഇത് വരുന്നത് നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യൂല. 40 ലോവർ ലിമിറ്റ് ആവുന്നതില് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, 40ന്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചെയ്തോളൂ. അപ്പൊ അത് ശ്രദ്ധിക്കണം നമ്മൾ ക്ലാസ് ഇന്റർവെല്ലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ക്ലിയർ? നോ, ഫോർ ഈച്ച് ക്ലാസ് ഇന്റർവെൽ, ഇനി ഓരോ ക്ലാസ് ഇന്റർവെല്ലിനും വി റിക്വയർ എ പോയിന്റ് വിച്ച് വുഡ് സെർവ് ആസ് ദ റിപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോൾ ക്ലാസ്.
അതെന്താ? It is assumed that the frequency of each class interval is centered around its midpoint. അപ്പൊ മിഡ് പോയിന്റ് എന്താ? ഇവിടെ നമുക്ക് കണ്ടോ 10 to 25. അപ്പൊ മിഡ് പോയിന്റ് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ്. എങ്ങനെ നമ്മൾ മിഡ് പോയിന്റ് അഥവാ ക്ലാസ് മാർക്ക് കാണുക? നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിന്റ് കാണുക. അപ്പൊ നമ്മളോട് it is assumed that the frequency of each class interval is centered around its midpoint. മിഡ്പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലാസ് മാർക്ക്. Of each class can be chosen to represent the observations falling in the class. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് എങ്ങനെയാണ് ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിന്റ് കാണുക എന്നുള്ളത്. എന്താ? അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് ലോവർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ 10 to 20 ആണ് നമ്മളെ ക്ലാസ് ഇന്റർവെൽ എങ്കിൽ നമ്മൾ എങ്ങനെ ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിന്റ് കാണും? നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആഡ് ചെയ്യും ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 30 ഡിവൈഡഡ് ബൈ 2. 30ന്റെ ഹാഫ് എന്താ? 15. അപ്പൊ 10 to 20 എന്ന് പറഞ്ഞ ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റ് 15 ആണ്. ക്ലിയർ? അപ്പൊ 10 to 20ന്റെ ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റ് ഓൾറെഡി നമുക്ക് അത് കാണാതെ തന്നെ അറിയാം അല്ലെ? 10ന്റെയും 20ന്റെയും മിഡിലുള്ളത് 15 ആണ്. അപ്പം നമ്മള് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ് മാർക്ക് കാണലാണ്. അപ്പൊ നമ്മള് അൺഗ്രൂപ്പ് ഡാറ്റ, ഗ്രൂപ്പ് ചെയ്യാത്ത ഡാറ്റ നോക്കുക. നമ്മൾ എങ്ങനെയായിരുന്നു മീൻ കണ്ടത്? XIയും FIയും മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് സമ്മേഷൻ FI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. ഇനി നമുക്ക് ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്താ XI ആക്കിയിട്ട് എടുക്കുക? ഇവിടെ നമുക്ക് ക്ലാസ് ഇന്റർവെല്ലാണല്ലോ തന്നത്. FI ഇതന്നെയാണ് നമ്മളെ ഫ്രീക്വൻസി. ബട്ട് നമ്മൾ എന്തായിരിക്കും XI ആക്കിയിട്ട് എടുക്കുക? അതാണ് നമ്മളെ ക്ലാസ് മാർക്ക്. ക്ലിയർ? അപ്പൊ നമ്മൾ FI ആക്കി എടുക്കുന്നത് നമ്മളെ ഈ ഫ്രീക്വൻസി തന്നെയാണ്. ബട്ട് ഇവിടെ ക്ലാസ് ഇന്റർവെൽ ആണ്. അപ്പൊ നമ്മൾ XI ആക്കിയിട്ട് എടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫൈൻഡ് ചെയ്യും ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാല് എന്താ? മിഡ് പോയിന്റ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതാണ് നമ്മളെ XI. എപ്പം? നമ്മൾ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. ക്ലിയർ? അപ്പം നമ്മൾ എന്താണ് ക്ലാസ് മാർക്ക് കാണാൻ? അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് ലോവർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ആ ക്ലാസ് മാർക്കാണ് നമ്മളെ XI. ക്ലിയർ? Now in general, for the ith class interval, we have the frequency FI corresponding to the class mark XI. അപ്പം FI എന്ന് പറഞ്ഞാല് എന്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാ? നമ്മുടെ XIന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ്. XI എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ക്ലാസ് മാർക്കാണ്. എപ്പം? അതിനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം. ഇനി നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ മീൻ കാണാൻ പറ്റും. എന്താ? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാ? നമ്മളെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണോ മീൻ കണ്ടത് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡാറ്റയിലും മീൻ കാണും. എപ്പം? നമ്മൾ XI ആക്കി എടുക്കുന്നത് നമ്മളെ ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റ് ആണ്. ഫ്രീക്വൻസീസ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തതാണ്. അതുപോലെ XI എടുക്കുന്നത് നമ്മളെ ക്ലാസ് ഇന്റർവെല്ലിന്റെ എന്താ? മിഡ് പോയിന്റ് അഥവാ ക്ലാസ് മാർക്ക് എന്ന് പറയാം. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡയറക്റ്റ് മെത്തേഡ്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് XI കാണണം അല്ലെ? XI കാണാൻ 10 plus 25 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യും. 10 plus 25 ഡിവൈഡഡ് ബൈ 2. 10 plus 20 എന്താ? 30. 35 divided by 2 എന്ത് വരും? 1 2s are 2, 1 5. 7 2s are 14, 1.0. 5 2s are 10. അപ്പൊ 17.5. Clear? Then 25 plus 40 65 അല്ലേ? 65 divided by 2 എന്ത് വരും? 65 divided by 2. 3 2s are 6, 5, 2 2s are 4, 1 5. 32.5 എന്ന് വരും അല്ലേ? 65 എന്ത് വരും? 32.5. ഇനി അതുപോലെ ഇതിന്റെ 40 to 55ന്റെ ക്ലാസ് മാർക്ക് കാണണം. അപ്പൊ 40 to 55 ആഡ് ചെയ്യാം. 95 എന്ന് വരും. 95 divided by 2 എന്ത് വരും? 4 2s are 8,
9 minus 8 1 5. അപ്പം 7 2s are 14 1 0 5 2s are 10 47.5. ഇനി അതുപോലെ നെക്സ്റ്റ് വൺ 55 to 70. 55 to 70 യുടെ ക്ലാസ് മാർക്ക് കാണണം. അപ്പൊ 55 plus 70 ചെയ്യാം. 125. 125 divided by 2 ചെയ്യണം. 125 divided by 2. 6 2s are 12, 5, 2 2s are 4, 1, 5, 62.5 എന്ന് കിട്ടും. ഇനി അതുപോലെ നെക്സ്റ്റ് വൺ 70 to 85 ആണ് നെക്സ്റ്റ് ക്ലാസ് ഇന്റർവൽ. അപ്പൊ 70 to 85ന്റെ ക്ലാസ് മാർക്ക് കാണണം. അപ്പൊ 70 plus 85 155 അല്ലേ? 155 എന്ന് കിട്ടും. ഇനി 155 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യണം. 155 divided by 2. അപ്പൊ നമുക്ക് 77.5 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 85 to 100 ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 185 എന്ന് കിട്ടും. 185ന്റെ ഹാഫ് കാണണം. 185 ഡിവൈഡഡ് ബൈ 2. 92.5. അങ്ങനെ നമ്മളെ എക്സൈകളൊക്കെ റെഡി ആയിട്ടുണ്ട്. എക്സൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റ് അഥവാ ക്ലാസ് മാർക്ക്. 10 to 25ന്റെ മിഡ് പോയിന്റ് 17.5 ആണ്. ഇതിൻ്റെത് 32.5, ഇതിൻ്റെത് 47.5, ഇതിൻ്റെത് 62.5, ഇതിൻ്റെത് 77.5, ഇതിൻ്റെത് 92.5. ഓക്കെ, നമ്മളെ ക്ലാസ് മാർക്ക് റെഡിയായി. എക്സ്ഐയും റെഡിയായി, എഫ് ഐയും റെഡിയായി. എക്സ്ഐയും എഫ് ഐയും റെഡിയായി. ഇനി നമുക്ക് നമ്മളെ മീൻ കണ്ടൂടെ? യെസ്, ഇനി ഒന്നുമില്ല, എക്സ്ഐയും എഫ് ഐയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളെ എക്സ്ഐ എഫ് ഐന്റെ ടോട്ടൽ കാണുക, എഫ് ഐന്റെ ടോട്ടൽ കാണുക, അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. ഇനി നമുക്ക് എഫ് ഐ എക്സ് ഐ കാണണം. നമ്മള് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മളെ ഈ സെക്കൻഡ് കോളം തേർഡ് കോളം. അപ്പൊ 17.5 into 2. 17.5 into 2 എന്ത് വരും? 35 അല്ലേ? 35 ആണ് വരിക. Then 32.5 into 3. 32.5 into 3 എന്ത് വരും? 97.5. 97.5 എന്ന് വരും. The next 7 into 47.5. 7 into 47.5. Five into 7 15. Then 5 into 7 എന്താ? 35 അല്ലേ? അപ്പൊ 5 എഴുതി 3. 7 into 7 49, 50, 51, 52, 2, 5. Then 4 into 7 28. 28ലോട്ട് 5 ആഡ് ചെയ്യുമ്പോൾ 29, 30, 31, 32, 33. ഓക്കെ, അപ്പൊ ഈ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ 332.5. 332.5 എന്ന് വരും. ഈ നെക്സ്റ്റ് നമ്മൾ എന്താ? 6 into 62.5. 62.5 into 6. 375. 375 എന്ന് കിട്ടി. ഇനി 6 into 77.5 ഫൈൻഡ് ചെയ്യണം. 6 into 77.5. 7 into 6. 7
465 ആണ് അല്ലെ കിട്ടുന്നത്. 465. The next one, last one, 6 into 92.5. 92.5 into 6. 555. 5 into 6 എന്താ 30. 6 into 2 12. 15. Then 9 into 6 54. 54 ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 55. അപ്പൊ 555. അപ്പൊ നമ്മൾ FI XIകളൊക്കെ റെഡിയായി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സമ്മേഷൻ FI XI കാണണം. ഈ ഒരു FI XIന്റെ ടോട്ടൽ കാണണം. സമ്മേഷൻ FI XI അത് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? സമ്മേഷൻ FI XI എല്ലാം കൂടെ ടോട്ടൽ ചെയ്യാം. FI XIകൾ ഒക്കെ കൂടെ ടോട്ടൽ ചെയ്യാം. അപ്പൊ നമുക്ക് 97.5 പ്ലസ് 35 പ്ലസ് 332.5 375 465 555. ഓക്കെ, അപ്പൊ ഒക്കെ കൂടെ ആഡ് ചെയ്യുമ്പോ 5 ഉം 5 ഉം 10 1. അപ്പൊ എന്ത് വരും? 5 10 15 20 27 28 29 30 0 3. Then 9 ലോട്ട് 3 ആഡ് ചെയ്താ 12. 12 ലോട്ട് 3 ആഡ് ചെയ്താ 15. 15 ലോട്ട് 3 ആഡ് ചെയ്താ 18. 18 ലോട്ട് 6 ആഡ് ചെയ്താ ഇനി നമുക്ക് 18 പ്ലസ് 7 പ്ലസ് 6 പ്ലസ് 5 ഉണ്ട്. അപ്പൊ നമുക്ക് 36 എന്ന് കിട്ടും അല്ലെ. 36 അല്ലേ കിട്ടുക? 18 19 20 21 22 23 24 25. ഇവിടെ 25 കിട്ടി. 26 27 28 29 30 കിട്ടി. എന്നിട്ട് 6 ആഡ് ചെയ്തു. അപ്പൊ 36 കിട്ടി. 6 3. ഇനി ഇവിടെ 9 കിട്ടി. 10 11 12 13 14 15 16 17 18. നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 1860. ഓക്കെ, ഇത് നമ്മളെ മീൻ ആണോ? അല്ല, ഇത് നമ്മളെ FI XIന്റെ ടോട്ടൽ ആണ്. സമ്മേഷൻ FI XI ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് കാണണം? XIന്റെ സം ആണോ? അല്ല, മാറിപ്പോവരുത്. XIന്റെ സം അല്ല, FIന്റെ സം ആണ്. സമ്മേഷൻ FI. അപ്പൊ എന്ത് വരും? 6 12 18 19 20 27 28 29 30 which is equal to 30. നമ്മൾ മറ്റേ എക്സാമ്പിൾ ചെയ്തതാണ് FIന്റെ സമ്മിലെ 30. ഇനി നമ്മൾ എന്ത് ചെയ്യാം? മീന് ഫൈൻഡ് ചെയ്യാം. X bar is equal to 1860. That means summation FI XI divided by summation FI. Summation FI XI എന്താ? 1860 divided by 30. 0യും 0യും ക്യാൻസൽ ചെയ്താൽ ഇനി നമുക്ക് 186 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. 186 ഡിവൈഡഡ് ബൈ 3. 6 into 3 18. Then 6 2 3s are 6. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 62. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളെ അൺഗ്രൂപ്പ് ഡാറ്റയിനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ മീൻ കണ്ടു. ഇതാണ് നമ്മളെ മീൻ 62. അപ്പൊ നമ്മളെ സെയിം തന്നെയാണ് നമ്മൾ ചെയ്തത്. ഈ സെയിം നമ്മളെ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമുക്ക് അൺഗ്രൂപ്പ് ഡാറ്റയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് XIയും FIയും ഉണ്ട്. അപ്പൊ നമ്മൾ XIയും FIയും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് FI XI എന്ന് പറഞ്ഞ കോളം ഫൈൻഡ് ചെയ്തിട്ട് സമ്മേഷൻ FI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI ഫൈൻഡ് ചെയ്തു. അങ്ങനെ നമ്മളെ മീന് കിട്ടി. നമുക്ക് ഇവിടെ കിട്ടിയ മീൻ ഏതായിരുന്നു? നമുക്ക് ഇവിടെ കിട്ടിയത് 59.3 ആണ്.
പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു അൺഗ്രൂപ്പ് ഡാറ്റയിനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് മീൻ കണ്ടു. അപ്പൊ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, ക്ലാസ് ഇന്റർവെല് സെയിം വിഡ്ത്തുള്ള ക്ലാസ് ഇന്റർവെല്ലാക്കും. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഫൈൻഡ് ചെയ്യും. സമേഷൻ FI എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അവിടെയും 30 ആണ്, ഇവിടെയും 30 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ FI റെഡി ആയിട്ടുള്ളൂ. നമുക്ക് മീന് കാണാൻ എന്തും വേണം, XIയും വേണം. XI വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റ് കണ്ടു. അതാണ് നമ്മളെ ക്ലാസ് മാർക്ക്. അങ്ങനെ നമ്മൾ FIയും കിട്ടി, XIയും കിട്ടി. ഇനി നമുക്ക് മീന് ഫൈൻഡ് ചെയ്യാം. അടുത്ത കോളം FI XI, FIയും XI മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതിന്റെ സമ്മ് കണ്ടു. അതാണ് സമ്മേഷൻ FI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. അപ്പൊ സമ്മേഷൻ FI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI കിട്ടി. അങ്ങനെ നമുക്ക് 62 ആണ് എന്ത് കിട്ടിയത്, നമ്മളെ മീന് കിട്ടിയത്. അവിടെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ 59.3 ആണ്. ഇവിടെ നമ്മൾ ആ അൺഗ്രൂപ്പ് സെയിം ഡാറ്റനെ നമ്മൾ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് ഫൈൻഡ് ആക്കി. എന്നിട്ട് നമ്മൾ മീൻ കണ്ടു. അപ്പൊ നമുക്ക് 62 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫൈൻഡ് ചെയ്യുന്നേ നമ്മള് ക്ലാസ് മാർക്ക് എടുത്തു, അത് നമ്മൾ XI ആക്കി, നമ്മൾ ഫ്രീക്വൻസി കണ്ടു, അങ്ങനെ നമ്മൾ മീൻ കണ്ടു. അങ്ങനത്തെ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നത് XIയും FIയും എന്തായിരുന്നു, അൺഗ്രൂപ്പ് ഡാറ്റ ആയിരുന്നു. അൺഗ്രൂപ്പ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യാത്ത ഡാറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ കണ്ടു, XI എന്ന് പറഞ്ഞ കോളം എഴുതി, FI എന്ന് പറഞ്ഞ കോളം എഴുതി, എന്നിട്ട് XI FI അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് സമ്മേഷൻ FI XI കണ്ടു. XI FIയും FI XIയും സെയിം ആണ്. എന്നിട്ട് സമ്മേഷൻ FI കണ്ടു. എന്നിട്ട് മീൻ സമ്മേഷൻ FI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഏതില്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ. പിന്നെ നമ്മൾ അൺഗ്രൂപ്പ് ഡാറ്റനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. എന്താണ്, സെയിം വിഡ്ത്ത് ആക്കിയിട്ട് ക്ലാസ് ഇന്റർവെൽ ആക്കാം. അപ്പൊ ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു കോളം വേണം. ക്ലാസ് ഇന്റർവെൽ ഉണ്ടായിരിക്കും. ആ ക്ലാസ് ഇന്റർവെല്ലിന്റെ ഫ്രീക്വൻസീസ് ഇപ്പൊ 10 to 25 ആണെങ്കിൽ 10 to 25ന്റെ ഉള്ളിൽ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ ഫ്രീക്വൻസീസ് കാണും. പിന്നെ നമുക്ക് അതാണ് നമ്മളെ F. നമുക്ക് XI കിട്ടാൻ അതാണ് നമ്മളെ ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എങ്ങനെ നമ്മൾ കാണാം, നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യും. അതാണ് നമ്മളെ ക്ലാസ് മാർക്ക്. അതാണ് നമ്മളെ XI. അപ്പൊ നമ്മളെ XIയും FIയും കിട്ടി. ഇനി നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മൾ അൺഗ്രൂപ്പ് ഡാറ്റയിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യും ഗ്രൂപ്പ് ഡാറ്റയിലും. FI XI എന്ന് പറഞ്ഞ കോളം കാണും, സമ്മേഷൻ FI XI കാണും. എന്നിട്ട് X ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ FI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI കാണും. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്. ഒരു മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. എന്താണ്, ക്ലാസ് ഇന്റർവെല്ലിലോട്ടാക്കും, ഫ്രീക്വൻസീസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും റെഡിയാക്കും. എന്നിട്ട് നമ്മൾ XI ആക്കിയിട്ട് എടുക്കുക, ക്ലാസ് മാർക്കാണ്. എന്നിട്ട് XIയും FIയും മൾട്ടിപ്ലൈ ചെയ്യും, സമ്മേഷൻ FI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. ഈ ഒരു മെത്തേഡ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് മെത്തേഡ്. മീന് ഫൈൻഡ് ചെയ്യുന്നതിനെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ്. ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചത് ഡയറക്റ്റ് മെത്തേഡ്. ഇനി നമ്മൾ 2 മെത്തേഡും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുമില്ല. നമ്മൾ ക്ലാസ് ഇന്റർവെല്ലിൽ ഉണ്ടായിരിക്കും, നമ്മളെ ഫ്രീക്വൻസീസ് ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ക്ലാസ് മാർക്ക് കാണും. ക്ലാസ് മാർക്ക് എങ്ങനെയാണ് നമ്മൾ കാണുക, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ക്ലാസ് മാർക്ക് കാണും. ആ ക്ലാസ് മാർക്കിനെ നമ്മൾ XI ആക്കിയിട്ട് എടുക്കും. പിന്നെ നമുക്ക് ഫ്രീക്വൻസീസും ഉണ്ട്. എന്നിട്ട് XIയും FIയും മൾട്ടിപ്ലൈ ചെയ്യും, സമ്മേഷൻ FI XI കാണും, ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. അങ്ങനെ നമുക്ക് മീന് കിട്ടും. അങ്ങനത്തെ മെത്തേഡ്, അങ്ങനെ മീൻ ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡിൽ എക്സാമിനൊക്കെ മീൻ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചാൽ എന്താ ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അൺഗ്രൂപ്പ് ഡാറ്റ ആയിരിക്കും തരാം. അപ്പൊ ആദ്യം ആ ഒരു അൺഗ്രൂപ്പ് ഡാറ്റയെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് മീൻ ഫൈൻഡ് ചെയ്യാം. ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഗ്രൂപ്പ് ഡാറ്റ തരുമ്പോൾ അതിൽ ക്ലാസ് ഇന്റർവെല്ലിലും ഫ്രീക്വൻസി ഓൾറെഡി ഉണ്ടായിരിക്കും. ആ ക്ലാസ് ഇന്റർവെല്ലിൽ നമ്മൾ ക്ലാസ് മാർക്ക് കാണുക. എന്നിട്ട് FI XI സമ്മേഷൻ FI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI ഫൈൻഡ് ചെയ്യും. Then
using the same data and employing the same formula for the calculation of the mean, but the results obtained are different. എന്താ നമ്മൾ സെയിം ഡാറ്റ വെച്ചിട്ടല്ലേ നമ്മൾ മീൻ ഫൈൻഡ് ചെയ്തത് അല്ലേ? നമ്മൾ സെയിം ഡാറ്റ ഉണ്ടോ ഇവിടെ? ഈ ഒരു സെയിം ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ മീൻ ഫൈൻഡ് ചെയ്തത്. ഇവിടെ അൺഗ്രൂപ്പ് ഡാറ്റയാണ്. അതുപോലെ നമ്മൾ ഇവിടെ മീൻ ഫൈൻഡ് ചെയ്തത് ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. അപ്പൊ അവിടെ നമുക്ക് 59.3 ആണ് കിട്ടിയത്, ഇവിടെ 62 ആണ് കിട്ടിയത്. സെയിം ഡാറ്റ വെച്ചിട്ട് മീൻ ഫൈൻഡ് ചെയ്തപ്പം നമുക്ക് ഡിഫറെന്റ് ആൻസേഴ്സ് ആണ് അല്ലേ കിട്ടിയത്. The difference in the two values is because of the midpoint assumption. അതെന്തുകൊണ്ട് ഡിഫറെന്റ് ആൻസേഴ്സ് കിട്ടിയത്? ഫസ്റ്റ് നമ്മൾ 59.3 കിട്ടി, പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് മിഡ് പോയിന്റ് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് 62 ആണ് കിട്ടിയത്. അതെന്തുകൊണ്ടാ? മിഡ് പോയിന്റ് അസംഷൻ കൊണ്ടാണ് നമ്മൾ ആൻസറിൽ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ 59.3 ആണ് എക്സാക്ട് മീൻ, അഥവാ നമ്മളെ കറക്റ്റ് മീന് 59.3 ആണ്. 62 എന്ന് പറഞ്ഞത് എന്താ? അപ്രോക്സിമേറ്റ് മീൻ ആണ്. അപ്രോക്സിമേറ്റ് പറഞ്ഞപ്പോ ഇങ്ങനെ പോയിന്റ് ഉള്ളതിനൊക്കെ നമ്മളൊരു നമ്പറിലോട്ടാക്കും, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ. ഓക്കെ, അപ്പൊ 59.3 നമ്മൾ ആദ്യം വെച്ച മെത്തേഡ് വെച്ച് ചെയ്തിട്ട് അതാണ് എന്താണ് നമ്മളെ കറക്റ്റ് എക്സാക്ട് മീൻ 59.3. പിന്നെ നമ്മൾ മിഡ് പോയിന്റ് അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തത് അല്ലെ? ക്ലാസ് ഇന്റർവെൽ ആക്കി എന്നിട്ട് നമ്മൾ മിഡ് പോയിന്റ് കണ്ടു, അങ്ങനെയാണ് ചെയ്തത് ഡയറക്റ്റ് മെത്തേഡിൽ. അപ്പൊ 62 ആയിരുന്നു ആൻസർ കിട്ടിയത്. അപ്പൊ അതെന്താ? അപ്രോക്സിമേറ്റ് മീൻ ആണ്. അപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കുക. നമ്മള് അൺഗ്രൂപ്പ് ഡാറ്റ ചെയ്തപ്പം നമുക്ക് എക്സാക്ട് മീൻ ആയിരുന്നു, അതിനെ ഗ്രൂപ്പ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് മീൻ ആണ് കിട്ടിയത്. ക്ലിയർ? Sometimes when the numerical values of xi and fi are large, ചില ടൈമിൽ നമ്മളെ നമ്പർ xiയും fiയും വലിയതായിരിക്കും. ഓക്കെ, xi and fi ആർ ലാർജ്, വലുതായിരിക്കും നമ്മളെ xiയും fiയും. അപ്പൊ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡിങ് ദ പ്രൊഡക്റ്റ് ഓഫ് xi and fi become tedious and time consuming. അപ്പൊ നമുക്കറിയാം xiയും fiയും ലാർജ് ആണെങ്കിൽ fi xi എന്ന് പറഞ്ഞ കോളം എന്തായിരിക്കും? കാണാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? കുറെ ടൈം വേണ്ടി വരും. കാരണം നമുക്കറിയാം വലിയ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറെ ടൈം വേണ്ടേ? അപ്പൊ നമുക്ക് xiയും fiയും ലാർജ് ആണെങ്കിൽ എന്താണ്? fi xi കാണാൻ നല്ല ടൈം വേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? So for such a situation, let us think of a method of reducing this calculation. അങ്ങനെയാണെങ്കിൽ ആ കാൽക്കുലേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡ് നമുക്ക് പഠിക്കാം. എന്താ? വി ക്യാൻ ഡു നത്തിങ് വിത്ത് ദ FIs. FI നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു ചേഞ്ചും ചെയ്യാൻ പറ്റില്ല FIയിൽ. ബട്ട് വി ക്യാൻ ചേഞ്ച് ഈച്ച് xi. FIയും xiയും ലാർജ് ആണെങ്കിൽ fi xi എന്ന് പറഞ്ഞ കോളം ചെയ്യാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കൂടുതൽ ടൈമും വേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? FIയും xiയും എന്താണ്? ചെറുതാക്കണം. എന്നാലല്ലേ നമ്മളെ fi xi ചെറുതാവുള്ളൂ. ബട്ട് FIയിൽ നമുക്ക് ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല, FIയിൽ ഒരു ചേഞ്ചും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് xi ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ബട്ട് വി ക്യാൻ ചേഞ്ച് ഈച്ച് xiകൾ ചേഞ്ച് ചെയ്യാം ടു എ സ്മോളർ നമ്പർ, ഒരു ചെറിയ നമ്പറിലോട്ട്. സോ ദാറ്റ് അവർ കാൽക്കുലേഷൻസ് ബിക്കം ഈസി. അങ്ങനെയാണെങ്കിൽ നമ്മളെ കാൽക്കുലേഷൻസ് എന്തായിരിക്കും? ഈസി ആയിരിക്കും. ഓക്കെ, വി ക്യാൻ ഡു നത്തിങ് വിത്ത് ദ FIs. FIകൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, xi നമുക്ക് ചെറുതാക്കാം, എന്നിട്ട് fi xi ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാ നോക്കാം? സബ്ട്രാക്ടിങ് എ ഫിക്സ്ഡ് നമ്പർ ഫ്രം ഈച്ച് ഓഫ് ദീസ് xi's. നമ്മൾ എങ്ങനെയാ അതിനെ ചെറുതാക്കാം? xiന്ന് ഒരു ഫിക്സ്ഡ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. അപ്പം ഓരോന്നിനും ഓരോ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് ഒരു ഫിക്സ്ഡ് xi എടുക്കാം. എന്നിട്ട് ആ ഒരു xi എല്ലാ xiന്നും നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അതാണ് ആ ഒരു മെത്തേഡ്. എങ്ങനെയാ നോക്കാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് xiന്ന് ഒരു അസ്യൂംഡ് മീൻ, അതാണ് A. ഇപ്പൊ നമ്മള് കൺഫ്യൂഷൻ ആവാനില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? xi കണ്ടു അല്ലെ? ഇവിടെ നമ്മൾ xi കണ്ടു. ഈ ഒരു xiന്ന് നമ്മളൊരു അസ്യൂംഡ് മീൻ A എടുക്കുക. ആ A നമ്മൾ എന്ത് ചെയ്യാ? ഓരോ xiന്നും സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞത്.
assumed mean and assumed mean ne denote cheya a വെച്ചിട്ടാണ്. Also to further reduce our calculation work we may take a to be that xi which lies in the center of x1 x2 etc xn. അപ്പൊ നമ്മളെ x1 x2 etc xn എന്ന് പറഞ്ഞ കോളത്തിലെ സെന്റർ നമ്പർ അതാണ് നമ്മൾ assumed mean അഥവാ a. എന്നിട്ട് ആ ഒരു നമ്പർ a എടുത്തിട്ട് എല്ലാ xi ന്നും നമ്മൾ എന്ത് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുന്നു. Okay, we may take a to be that xi which lies in the center of x1 x2 etc xn. So we can choose ഏതൊക്കെ നമുക്ക് a ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ഡാറ്റ നോക്കാം, നമ്മൾ ക്ലാസ് മാർക്ക് നോക്കുക. ഇതിനൊരു a എടുക്കണം. a എന്ന് പറഞ്ഞാൽ സെന്ററിലുള്ളതായിരിക്കണം. അപ്പൊ സെന്ററിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, 62.5 ഉണ്ട്, 77.5 ഉണ്ട്. സോറി, 62.5 77.5 ആണോ നമ്മളെ സെന്ററിലുള്ളത്? അല്ല, 47.5 62.5 അല്ലെ? 47.5 62.5 രണ്ടെണ്ണം നമുക്ക് സെന്ററിലുണ്ട്. അപ്പൊ ഏതും നമുക്ക് a ആക്കിയിട്ട് എടുക്കാം. ഒന്നാണെങ്കിൽ ആ ഒരു ഒന്നാണ് നമ്മൾ എന്താക്കിയിട്ട് എടുക്കാം, നമ്മൾ a ആക്കിയിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് രണ്ടെണ്ണം മിഡിലുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് നമ്മൾ a ആക്കിയിട്ട് എടുക്കാം. സപ്പോസ് ഇവിടെ നമ്മൾ 47.5 ആണ് a ആക്കിയിട്ട് നമ്മൾ അസ്യൂംഡ് മീൻ ആക്കിയിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഓരോ നമ്പേഴ്സ് നമ്മൾ xiയിൽ നിന്നും 47.5 സബ്ട്രാക്ട് ചെയ്യുക. 17.5 മൈനസ് 47.5, 32.5 മൈനസ് 47.5, then 47.5 മൈനസ് 47.5. ആ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും നമ്മൾ ആ ഒരു ഫിക്സ്ഡ് നമ്പർ a നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അതായിരിക്കും നമ്മളെ അടുത്ത കോളം ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ a എടുക്കുന്നത് 47.5 ആണ്. ആ ഒരു എക്സാമ്പിളില് ഓരോന്നിലും ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, ഓരോ നമ്പേഴ്സ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓക്കെ, നമ്മൾ a നമ്മൾ ഫൈൻഡ് ചെയ്തു. a എങ്ങനെ ഫൈൻഡ് ചെയ്ത്? നമ്മളെ xi അഥവാ ക്ലാസ് മാർക്കിലെ മിഡിൽ നമ്പർ അതായിരിക്കും. എന്നിട്ട് നമ്മളെ a ഫൈൻഡ് ചെയ്തിട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ ഡിഫറൻസ് gi. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് കാണാം ബിറ്റ്വീൻ a ആൻഡ് ഈച്ച് ഓഫ് ദ xi's. എയും ഓരോ xiകളും തമ്മിൽ ഡിഫറൻസ് കാണാം. ദാറ്റ് ഈസ് ദ ഡീവിയേഷൻ ഓഫ് a ഫ്രം ഈച്ച് ഓഫ് ദ xi's. അപ്പൊ di എന്ന് പറഞ്ഞാല് xi മൈനസ് a. നമ്മൾ എന്താണ് xi എന്ന് പറഞ്ഞ ഓരോന്നിന്നും നമ്മൾ a സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ xi മൈനസ് a എടുത്തത് നമ്മൾ 47.5 ആണ്. ഏത്? നമ്മളെ ഫസ്റ്റ് എക്സാമ്പിളില്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? di എന്ന് പറഞ്ഞ കോളം. di എന്ന് പറഞ്ഞ കോളം എന്താ? di എന്ന് പറഞ്ഞ xi മൈനസ് a ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അതിന്റെ ആൻസർ ഫൈൻഡ് ചെയ്യാം. xi മൈനസ് a. അടുത്ത കോളം ഇത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് അല്ലെ നമ്മൾ ഈ ഒരു ആൻസർ ഫൈൻഡ് ചെയ്തത്. അപ്പൊ നമുക്ക് 62 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് മെത്തേഡ് ആണ് പറയുന്നത് fi xi. അപ്പൊ ഇവിടെ നമുക്ക് fi xi എന്ന് പറഞ്ഞ ഈ ഒരു കോളം വേണ്ട. ഓക്കെ, xi വരെ നമ്മളെ ക്ലാസ് മാർക്ക് വരെ കണ്ടു. ഇവിടെ നമ്മൾ 47.5 ആണ് നമ്മളെ a ആക്കിയിട്ട് എടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ xi എന്നും നമ്മളെ a സബ്ട്രാക്ട് ചെയ്യണം. അതാണ് നമ്മുടെ di, ഡീവിയേഷൻ. di എന്ന് പറഞ്ഞാൽ xi മൈനസ് a. അപ്പൊ ആദ്യം 17.5 മൈനസ് 47.5. അപ്പൊ എന്ത് കിട്ടും? 47.5 മൈനസ് 17.5 ചെയ്യുക. എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ പോലെ, എന്നാലല്ലേ 17.5 മൈനസ് 47.5. അപ്പൊ 0 0 3. അപ്പൊ നമുക്ക് 30 കിട്ടി. മൈനസ് 30 വരും. കാരണം 17.5 മൈനസ് 47.5 ആണ് ചെയ്യുന്നത്. ചെറിയ നമ്പറിന് വലിയ നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് വരും. ഇനി അടുത്ത് 32.5. ഇനി അടുത്ത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് 32.5 ആണ്. 32.5 0, then 7 2 പോയ 5, 4 3 പോയ 1, നെഗറ്റീവ് 15. ഇനി 47.5 ആണ് a ആക്കിയിട്ട് എടുത്തത്. അപ്പൊ 47.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ 0 ആയിരിക്കും. ഇനി നോക്കാം, 62.5 മൈനസ് 47.5. 62.5 മൈനസ് 47.5 0, then 12 2 പോയി, then 3 4 5 6 7. അപ്പൊ എന്ത് കിട്ടി? 5.
ഇനി ഇവിടെ എന്തുണ്ടാവും 5. 5 4 പോയാൽ 5 4 പോയി 1. അപ്പൊ എന്ത് കിട്ടി 15. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും അല്ലെ, കാരണം 62.5 മൈനസ് എ ആണ്. xi മൈനസ് എ ആണ്, മാറിപ്പോയത് a മൈനസ് xi അല്ല, xi മൈനസ് എ. ഇനി അടുത്ത 77.5 മൈനസ് 47.5 0 0 then 30. അപ്പൊ നമുക്ക് 13 കിട്ടി. ഇനി അടുത്തത് 92.5 മൈനസ് 47.5 0 5 then ഇവിടെ 80. 8 4 പോയാ 4 45. അപ്പം 45 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ DIകളൊക്കെ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ DI കാണുക. ഓക്കെ, ഇത് സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ട് നമ്മളെ ഗ്രൂപ്പ് ഡാറ്റയിൽ സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ മീൻ ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ക്ലാസ് ഇന്റർവെല്ലിൽ FI XI നമ്മൾ എന്നിട്ട് നമ്മളെ ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് ആയിരുന്നു. അവിടെ നമ്മൾ കണ്ടത് FI യും XI മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു കോളം, എന്നിട്ട് സമേഷൻ FI XI ഡിവൈഡഡ് ബൈ സമേഷൻ FI. ബട്ട് FI യും XI ഒക്കെ ലാർജ് നമ്പേഴ്സ് ആണെങ്കിൽ FI XI എന്ന് പറഞ്ഞ കോളം നമുക്ക് നല്ല ടൈം എടുക്കും ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, FI ചേഞ്ച് വരുത്താൻ പറ്റില്ല, XI ചേഞ്ച് ചെയ്തു. ഓക്കെ, XI എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? DI ആണ് ഇനി നമ്മളെ പുതിയ XI. ഓക്കെ, ദാറ്റ് മീൻസ് FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇനി DIനെയാണ്. അപ്പൊ DI എങ്ങനെ കാണുക? നമ്മൾ XIയിൽ ഒരു അസ്യൂംഡ് മീൻ, അതിലത്തെ ഒരു മിഡിൽ നമ്പർ നമ്മൾ അസ്യൂംഡ് മീൻ ആയിരിക്കും. അത് വെച്ചിട്ട് ഓരോ XIയും നമ്മൾ എന്ത് ചെയ്യും, XIന്ന് ആ A സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ DI കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ DI കണ്ടു. DI എന്ന് പറഞ്ഞാൽ XI മൈനസ് എ, അതാണ് XI മൈനസ് 47.5. The third step is to find the product of DI. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. DI with the corresponding FI. ഇനി DI FI എന്ന് പറഞ്ഞൊരു കോളം വേണം. ഓക്കെ, and take the sum of all FI DI. DI FI യും FI DI യും സെയിം ആണ്. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ FI DI എന്ന് പറഞ്ഞ കോളത്തിന്റെ സമ്മ് കാണണം. അപ്പൊ നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമ്മൾ DI ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, DI ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നെക്സ്റ്റ് കോളം, നെക്സ്റ്റ് നമ്മളെ കോളമാണ് FI DI. നമ്മള് DI എന്തിനാണ് നമ്മൾ DIയിലോട്ട് ചേഞ്ച് ചെയ്തത്? നമ്മളെ FI യും XI യും ലാർജ് ആണെങ്കിൽ FI XI നമുക്ക് നല്ല ടൈം എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒന്ന് ചെറുതാക്കിയതാണ്. ഓക്കെ, അപ്പൊ ലാർജ് ഡാറ്റയിലോട്ടൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് FI യും നമ്മൾ DI യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ, -30 into 2 -16. നെക്സ്റ്റ് -15 into 3 എന്ത് വരും, 15 into 3 45. അപ്പം -45 എന്ന് വരും. Then 7 into 0 0. Then 6 into 15. അപ്പൊ 15 into 6 ചെയ്യാം, 90. ഇനി 6 into 30 180. Then 6 into 45 45 into 6 270. അപ്പൊ നമ്മൾ FI DI ഒക്കെ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, FI DIന്റെ സമ്മ് കാണണം. FI DIന്റെ സമ്മ് കാണണം. അപ്പൊ -60 plus -45 എന്ത് വരും, 60 plus 45 5 105 -105 ആണ് അല്ലെ വരിക. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, നെഗറ്റീവ് -105. ഇനി -105 കിട്ടി. ഇനി ഇത് ഫുള്ള് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 180 plus 270 plus 90 0 514 കിട്ടി. ഓക്കെ, 514 ആണ് നമുക്ക് കിട്ടിയത്. ഇനി
പ്ലസ് 540. അപ്പൊ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? സബ്ട്രാക്ട് ആൻഡ് ഗീവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. സബ്ട്രാക്ട് ആൻഡ് ഗീവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. അപ്പം നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 540 മൈനസ് 105. അപ്പൊ 10 5 പോയാൽ 5, ഇവിടെ 3 ഉണ്ടായിരിക്കും. 3, 5 മൈനസ് 1 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 435 ആണ് ഇത് കിട്ടിയത്. അപ്പൊ നമ്മള് കാൽക്കുലേഷൻസ് ഒന്ന് തെറ്റിയാൽ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആൻസേഴ്സ് തെറ്റിപ്പോവും. അപ്പൊ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം, ദെൻ പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 435 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ സമ്മേഷൻ FIDI നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ DIയും FIയും തമ്മിലുള്ള പ്രൊഡക്റ്റ് ചെയ്യാനായിരുന്നു. അപ്പൊ നമ്മൾ FIDI ചെയ്തു. ആൻഡ് ടേക്ക് ദ സം ഓഫ് ഓൾ ദ FIDIs. അപ്പൊ നമ്മൾ എല്ലാ FIDIകളും സം ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞത് D ബാർ കാണാൻ സമ്മേഷൻ FIDI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI ആണ്. D ബാർ കാണണം. ബട്ട് D ബാർ അല്ലല്ലോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, നമുക്ക് മീൻ അല്ലേ, X ബാർ അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ D ബാർ കാണണം. ഇത് നമ്മളെ സമ്മേഷൻ FIDI ആണ്. അപ്പം D ബാർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? D ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ FIDI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. അതെന്ന് പറഞ്ഞാൽ 435 ഡിവൈഡഡ് ബൈ 30. 435 ഡിവൈഡഡ് ബൈ 30 ആണ്. അപ്പൊ ആദ്യം നമ്മൾ അത് ഫൈൻഡ് ചെയ്യാം. 435 divided by 30. 130, 30, then 3, 13, 135. 135 എന്ത് വരും? 30 into 4, 120. 30 into 5 എന്ത് വരും? 150. അപ്പം 120 അല്ലേ? 4, 120, then 5, 1. അപ്പൊ 15 ഇനി നമുക്ക് ഇവിടെ ഒരു 0.0 150 ഉള്ളത് 5. അപ്പൊ 14.5 into 30 is 150. അപ്പൊ നമുക്ക് നമ്മുടെ D ബാർ എന്ത് കിട്ടി? 14.5 കിട്ടി. ബട്ട് D ബാർ ആണോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? അല്ല, നമുക്ക് മീൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെ നോക്കാം? D ബാർ നമുക്ക് 14.5 ആണ് നമ്മുടെ ആൻസറിൽ കിട്ടിയത്, നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ കിട്ടിയത്. ഓക്കെ, D ബാർ കാണാൻ എന്താ ചെയ്യാ? സമ്മേഷൻ FIDI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. DI എങ്ങനെ ഫൈൻഡ് ചെയ്യാ? XI മൈനസ് A. എന്ന് പറഞ്ഞാൽ എന്താ? അസ്യൂംഡ് മീൻ. നമ്മൾ XIയിലെ മിഡിൽ നമ്പർ ആണ് നമ്മൾ മീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ 2 മിഡിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഓക്കെ, നമ്മൾ D ബാർ കണ്ടു. ബട്ട് D ബാർ അല്ല നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, നമുക്ക് നമ്മളെ മീൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. മീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ X ബാർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് D ബാറും X ബാറും തമ്മിലുള്ള റിലേഷൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് X ബാർ ആയിരുന്നു ഫൈൻഡ് ചെയ്യാലോ. Okay, since in obtaining DI we subtracted A from each XI. അപ്പൊ DI കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? DI is equal to XI minus A. നമ്മൾ ഓരോ XI എന്നും A സബ്ട്രാക്ട് ചെയ്തു. സോ in order to get the mean X bar, അങ്ങനെയാണെങ്കിൽ X bar കിട്ടാൻ we need to add A to D bar. അപ്പൊ എന്താണ് നമ്മൾ DI കണ്ടത്? ഓരോ XI എന്നും നമ്മൾ A സബ്ട്രാക്ട് ചെയ്തിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് X ബാർ കാണാൻ, നമ്മളെ മീൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ D ബാറിലോട്ട് A ആഡ് ചെയ്യണം. ഓക്കെ, D ബാർ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ എന്താണോ അവിടെ അസ്യൂംഡ് മീൻ ആക്കിയിട്ട് എടുത്തത് അത് ആ D ബാറിലോട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ X ബാർ കിട്ടും. We need to add A to D bar. This can be explained mathematically as എന്താ? മീൻ ഓഫ് ഡീവിയേഷൻ. D ബാർ എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ FIDI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI ആണ് അല്ലേ? D ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ FIDI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. എന്നിട്ട് D ബാർ ഈസ് ഈക്വൽ ടു ഈ DIന്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്തി? DIന്റെ XI മൈനസ് A എന്നാക്കി അല്ലേ? DI ഫൈൻഡ് ചെയ്യാ എങ്ങനെ? XI മൈനസ് A ആണ്. അപ്പൊ സമ്മേഷൻ FI DIന്റെ പ്ലേസിൽ XI മൈനസ് A ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. ഓക്കെ, ഒന്നുമില്ല, DI
നമ്മൾ ചേഞ്ച് ചെയ്താണ്ട് xi മൈനസ് എ ആക്കിയെന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ഈ സമ്മേഷൻ fi നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ടേംസിലോട്ടും കൊടുക്കുക. അപ്പൊ സമ്മേഷൻ fi xi എന്ന് വരും. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സമ്മേഷൻ fi xi മൈനസ് എ ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സമ്മേഷൻ fi xiലോട്ടും കൊടുക്കുന്നു, സമ്മേഷൻ fi എലോട്ടും കൊടുക്കുന്നു. അതാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തത്. സമ്മേഷൻ fi xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi മൈനസ് സമ്മേഷൻ fi എ ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi. ഈ പുറത്തുള്ള സമ്മേഷൻ fiയും നമ്മൾ xiക്കും എക്കും കൊടുക്കുന്നു, അതുപോലെ ഡിവൈഡഡ് ബൈ സമ്മേഷൻ fiയും നമ്മൾ രണ്ടിനും കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, സമ്മേഷൻ fi xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi മൈനസ് സമ്മേഷൻ fi എ ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഈ സമ്മേഷൻ fi xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi നമ്മൾ എന്ത് കാണുന്ന ഫോർമുലയാണ്, മീൻ x ബാർ. അപ്പൊ അതിനെ നമുക്ക് x ബാർ എന്ന് എഴുതാം. സമ്മേഷൻ fi xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi എന്ന് പറഞ്ഞാൽ x ബാർ ആണ്. മൈനസ് ഇതിന് നമ്മൾ എ പുറത്തിലോട്ട് എടുത്തു, ബാക്കി എന്തുണ്ട്, സമ്മേഷൻ fi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi. നമുക്കറിയാം സെയിം നമ്പർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വന്നാൽ അതിന്റെ ആൻസർ എന്താ, 1 ആയിരിക്കും അല്ലെ. സെയിം നമ്പർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വന്നാൽ അത് 1 ആയിരിക്കും. അപ്പൊ എക്സ് ബാർ മൈനസ് എ സമ്മേഷൻ fi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ a into 1 എന്ന് പറഞ്ഞാൽ a. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഡി ബാർ ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് എ. ഡി ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ മൈനസ് എ ആണ്. ഓക്കെ, ബട്ട് നമുക്ക് എക്സ് ബാർ അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ എക്സ് ബാർ മാത്രം ഒരു പ്ലേസിൽ വെച്ചിട്ട് എനെ ഡി ബാറിന്റെ പ്ലേസിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് എന്തായി, എ പ്ലസ് ആയി. അപ്പൊ എ പ്ലസ് ഡി ബാർ. അപ്പൊ എക്സ് ബാർ കാണാൻ എന്ത് ചെയ്താൽ മതി, എ പ്ലസ് ഡി ബാർ. അപ്പൊ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ fi di ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi. അപ്പൊ നമ്മളെ ആൻസറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ബാർ കാണണ്ടേ നമുക്ക്, നമ്മള് ഡി ബാർ ഫൈൻഡ് ചെയ്തു അല്ലെ, 14.5. ഇനി ഡി ബാർ ഫൈൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബാർ. നമ്മൾ എ ആക്കിയിട്ട് എടുത്തത് എന്തായിരുന്നു, വാട്ട്സ് അവർ എ ഈസ് 47.5. അപ്പൊ 47.5 പ്ലസ് ഡി ബാർ എന്താ 14.5. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമ്മളെ മീൻ കിട്ടും. 47.5 പ്ലസ് 14.5 ആഡ് ചെയ്യുമ്പോ 10 then 8 9 10 11 12 4 5 6 62. So our mean is 62. ഇത് തന്നെയല്ലേ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് വെച്ച് ചെയ്തപ്പോഴും നമുക്ക് മീൻ കിട്ടിയത് 62. ബട്ട് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എക്സ് ക്ലാസ് ഇന്റർവെല് കാണും, ക്ലാസ് ഇന്റർവെല്ലും fi ഉണ്ടായിരിക്കും. xi നമ്മൾ എടുക്കുന്നത് ക്ലാസ് മാർക്കാണ്. എന്നിട്ട് fi xi മൾട്ടിപ്ലൈ ചെയ്യുന്നു, സമ്മേഷൻ fi xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi ചെയ്യുന്നു. ബട്ട് ഇവിടെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തത് ഡി ഡിഫറൻസ് കാണുന്നു. എങ്ങനെ ഡിഫറൻസ് കാണുക, xi മൈനസ് എ എന്ന് പറഞ്ഞാൽ നമ്മളെ xiലുള്ള നമ്മളെ ക്ലാസ് മാർക്കിലുള്ള ഒരു അസ്യൂംഡ് മീനാണ് മിഡിലുള്ള. ഓക്കെ, അപ്പോ ഡി എന്ന് പറഞ്ഞ കോൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് xi മൈനസ് എ ഓരോ xiന്നും നമ്മൾ ആ ഒരു ഫിക്സ്ഡ് നമ്പർ അസ്യൂംഡ് മീൻ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഡി എന്ന് പറഞ്ഞ കോളം കിട്ടി. എന്നിട്ട് നമ്മൾ അടുത്ത കോളം എന്തുണ്ടാക്കും, fiയും diയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ fi di എന്ന് പറഞ്ഞ കോളം കിട്ടി. അപ്പൊ സമ്മേഷൻ fi di ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi ചെയ്താൽ നമുക്ക് ഡി ബാർ കിട്ടും. ഡി ബാർ അല്ല നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, നമുക്ക് മീനായ എക്സ് ബാർ ആണ്. അപ്പൊ എക്സ് ബാറിലോട്ട് ഫൈൻഡ് ചെയ്യാൻ ഡി ബാറിലോട്ട് നമ്മൾ അസ്യൂംഡ് മീനും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നമ്മളെ മീന് കിട്ടുന്നു. അപ്പൊ ഏത് മെത്തേഡ് വെച്ച് ചെയ്താലും നമ്മളെ ആൻസർ സെയിം ആയിരിക്കും എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഈ ഒരു മെത്തേഡിന് നമ്മൾ എന്ത് പറയുന്നു, അങ്ങനെ നമുക്ക് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ജി ബാർ എന്ന് കിട്ടി. ഈ ഒരു മെത്തേഡിനെയാണ് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയാം. കാരണം നമ്മൾ അസ്യൂംഡ് മീൻ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിനെ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുന്നു.
we can say that value of the mean obtained does not depend on the choice of A. അപ്പൊ A നമ്മള് മാറ്റി എന്ന് വിചാരിച്ച് എന്ത് മാറില്ല, നമ്മളെ മീന് മാറില്ല. ഓക്കെ, നമ്മള് A മാറ്റി വിചാരിച്ച് നമ്മളെ മീന് മാറാൻ പോകുന്നില്ല, സെയിം മീനായിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ്. അപ്പൊ രണ്ട് മെത്തേഡ് പഠിച്ചു അല്ലെ ഗ്രൂപ്പ് ഡാറ്റയില്. ഫസ്റ്റ് മെത്തേഡ് ആണ് ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ആണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡും പഠിച്ചു, അസ്യൂംഡ് മീൻ മെത്തേഡും പഠിച്ചു. ഒന്നുമില്ല, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് ഇന്റർവെൽ ഉണ്ടായിരിക്കും, നമ്മളെ ഫ്രീക്വൻസീസ് ഉണ്ടായിരിക്കും, വേറൊരു കോളമാണ് ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെല്ലില് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. അത് നമ്മളെ ക്ലാസ് മാർക്കാണ് പിന്നെ നമ്മൾ XI ആക്കിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് XIയും FIയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ ഒരു കോളം സം ചെയ്യുന്നു, അത് പിന്നെ FI സം ചെയ്യുന്നു, സമേഷൻ FI XI ഡിവൈഡഡ് ബൈ സമേഷൻ FI. നമ്മളെ മീന് കിട്ടി. നമുക്ക് നമ്മളെ എക്സാമ്പിളിന് കിട്ടിയത് നമുക്ക് 62 ആണ് നമ്മളെ മീൻ കിട്ടി. അങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ്. പിന്നെ നമ്മൾ പഠിച്ച മെത്തേഡാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. ഒന്നുമില്ല, നമ്മളെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞ കോളം ഉണ്ടായിരിക്കും, ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കോളം ഉണ്ടായിരിക്കും, ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞ കോളം ഉണ്ടായിരിക്കും. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ XI ആക്കി എടുക്കുന്നത് ക്ലാസ് മാർക്കാണ്. ബട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ FIയും XI ഒക്കെ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താ FI XI എന്ന് പറഞ്ഞ കോളം നല്ല ടൈം എടുത്തിട്ട് ചെയ്യേണ്ടി വരും. മൾട്ടിപ്ലൈ ചെയ്യാൻ വലിയ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറെ ടൈം വേണം അല്ലെ. അപ്പൊ FI XI എന്ന് പറഞ്ഞ കോളം എന്താണ്, നല്ല ടൈം വേണ്ടി വരും. അപ്പൊ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യും. അപ്പൊ നമ്മളെ ക്ലാസ് മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യാ, ഒരു അസ്യൂംഡ് മീൻ കാണും. അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാല് നമ്മളെ ഏതിൻ്റെതായിരിക്കും, നമ്മളെ XI നമ്മളെ ക്ലാസ് മാർക്കിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും നമ്മളെ അസ്യൂംഡ് മീൻ. ഇനി നെക്സ്റ്റ് കോളം ആണ് DI. DI നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്തത്, DI ഈസ് ഈക്വൽ ടു XI മൈനസ് A. നമ്മൾ ഓരോ XI എന്നും നമ്മൾ ഫൈൻഡ് ചെയ്ത നമ്മളെ അസ്യൂംഡ് മീൻ എന്ത് ചെയ്യുന്നു, നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. സോ DI ഈസ് ഈക്വൽ ടു XI മൈനസ് A എന്ന് പറഞ്ഞ ഒരു കോളം. എന്നിട്ട് നെക്സ്റ്റ് കോളമാണ് FIയും DIയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ FI DI എന്ന് പറഞ്ഞ ഒരു കോളം കൂടെ കിട്ടും. എന്നിട്ട് സമ്മേഷൻ FI DI എന്ന് പറഞ്ഞ് അതുപോലെ FIന്റെയും നമ്മൾ എന്ത് കാണും, സമ്മേഷൻ കാണും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് D ബാർ കിട്ടുക. സോ D ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ FI DI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. അപ്പൊ നമ്മളെ D ബാർ കിട്ടും. ബട്ട് നമുക്ക് D ബാർ ആണോ ഫൈൻഡ് ചെയ്യേണ്ടത്, അല്ല, നമുക്ക് മീൻ ആണ് വേണ്ടത്. സോ മീൻ X ബാർ ഈസ് ഈക്വൽ ടു A പ്ലസ് D ബാർ. D ബാറിലോട്ട് നമ്മൾ അസ്യൂംഡ് മീൻ, നമ്മൾ ഫൈൻഡ് ചെയ്ത അസ്യൂംഡ് മീനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മളെ X ബാർ കിട്ടും, മീന് കിട്ടും. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡിൽ മീൻ ഫൈൻഡ് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു, അസ്യൂംഡ് മീൻ മെത്തേഡ് പഠിച്ചു.